ഈ പിതാവിൻ്റെ മുഖത്ത് കാർക്കിച്ചു വരെ തുപ്പിയെന്നാണ് പറയുന്നത്. ഒരു ഭ്രാന്തിയെ പോലെ കിടന്ന് വിളിക്കുമ്പോൾ വാഹനങ്ങൾ പോകുന്ന ആരും നിർത്തുന്നില്ല. 3 ദിവസത്തിന് മുമ്പ് ഈ 2 വെട്ടുകത്തിയും തമ്മിൽ തേച്ച് മിനുക്കി. അപ്പം അമ്മ ചോദിച്ചു, എന്തിനാണ് അത് ആവശ്യമുണ്ട്. അമ്മയെ അവൻ സംരക്ഷിച്ച് നിർത്തിയാന്ന്. ഇത്രയും പിടിയും വലിയും നടന്നു, നടന്നു. ശരീരത്തിൽ ചെറുതും വലുതുമായിട്ട് 28ഓളം വെട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നമുള്ളത് ഞങ്ങളെ അറിയിച്ചിരുന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർക്ക് ബന്ധുക്കൾക്ക് ഇടപെട്ട് കുറച്ചൊക്കെ അതിനൊരു പരിഹാരം കാണാൻ കഴിയുമായിരുന്നുവെന്ന് ഞങ്ങളിപ്പോൾ വിശ്വസിക്കുന്നു. എൻ്റെ പേര് ഷൈൻകുമാർ. ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് പെരുങ്കടവിള. പിന്നെ എൻ്റെ ബന്ധു കൂടിയാണ് ഈ മരണപ്പെട്ട ജോസ്. ഞങ്ങളുടെ കുടുംബത്തിലെ ഒരംഗമാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. വാസ്തവത്തിൽ വളരെ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. ഈ സംഭവം നടക്കുന്ന ദിവസം ഞാനിത് 9:45 ഫോൺ എൻ്റെ ഒരു ജ്യേഷ്ഠൻ ഫോൺ ചെയ്ത് അറിയിച്ചതനുസരിച്ചാണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ പോലീസ് ഉണ്ടായിരുന്നു, ആൾക്കാരൊക്കെ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു, ഗേറ്റ് പൂട്ടിയിരുന്നു. എന്നകത്ത് വിട്ടു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ വാസ്തവത്തിൽ വളരെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഞങ്ങളെ കുടുംബം എന്ന് പറയുന്നത് ഞങ്ങൾ വളരെ എല്ലാവരും, ഈ ജോസിൻ്റെ പത്നി, മക്കൾ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് കഴിഞ്ഞു വന്നിരുന്നത്. ഈ പ്രജനൻ്റെ നേരെ മൂത്തതൊരു സഹോദരിയാണ്, വിവാഹിതയാണ്, ഒരു കുഞ്ഞുണ്ട്. മൂത്ത ഒരു മകനുണ്ടായിരുന്നു, പ്രജൻ്റെ മൂത്ത ജ്യേഷ്ഠൻ. 9ാമത്തെ വയസ്സിൽ ഹാർട്ടിന് പ്രോബ്ലം വന്ന് മരണപ്പെട്ടു. അതിനുശേഷമാണ് പ്രജനെ ലഭിക്കുന്നത്. അപ്പോൾ ആ വീട്ടുകാരും ഞങ്ങളും ബന്ധുക്കളും എല്ലാം വാത്സല്യം അധികമായി ഈ പ്രജന് കൊടുത്തു, ഞങ്ങളുടെ കുടുംബം അംഗങ്ങൾ. അങ്ങനെ നല്ല രീതിയിൽ വളർത്തി. അവൻ +2 കഴിയുന്നത് വരെ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ചൈനയിൽ MBBS വിദ്യാഭ്യാസത്തിന് അവനെ അയക്കുന്നത്. അവിടുത്തെ പഠനം കഴിഞ്ഞ് ഈ MBBS പഠനത്തിന് പോകുന്നത് വരെ അങ്ങനെ ഒരു ദുശീലമോ അങ്ങനെ മറ്റ് ശല്യക്കാരനോ ആയിരുന്നില്ല ഞങ്ങൾക്ക് എല്ലാം. അവൻ വളരെ സൗമ്യനായ ഒരു മകനായിരുന്നു ഞങ്ങൾക്ക്. ചൈനയിലെ പഠനം പൂർത്തീകരിച്ച് തന്നെയാണ് വന്നത്. 4 കോഴ്സ് കഴിഞ്ഞ് വരുന്നത് കോവിഡ് സമയത്താണ്. കോവിഡ് സമയത്ത് വരുമ്പോൾ അവൻ ക്വാറന്റൈനിൽ, ചെന്നൈയിലെ ക്വാറന്റൈനിൽ എല്ലാം കഴിഞ്ഞാണ് വീട്ടിലെത്തുന്നത്. ആ വീട്ടിലെത്തിയ അവസരത്ത് കോവിഡ് കാരണം ഈ വീട്ടിൻ്റെ മുകളിലത്തെ നിലയിലാണ് ഇവൻ, ഒരു മുറിക്കകത്താണ് ഇവൻ സ്ഥിരമായി ഇരിക്കുന്നത്. അങ്ങനെ സ്വാതന്ത്ര്യത്തോടെ തന്നെ മാതാപിതാക്കളോട് നല്ല സന്തോഷത്തോടെ കഴിഞ്ഞു. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അവൻ ഈ അപ്പനും അമ്മയോട് ദേഷ്യപ്പെടുന്ന ഒരു പ്രകൃതം അവനുണ്ടായി തുടങ്ങി. അങ്ങനെ ദേഷ്യപ്പെടുന്ന ആ പ്രകൃതക്കാരനായി വന്നപ്പോൾ അപ്പനും അമ്മയ്ക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. എന്നാലും അവർ വളരെ സ്നേഹപൂർവ്വം അവനെ സാന്ത്വനിപ്പിച്ച് മകൻ എന്നുള്ള ആ വാത്സല്യം, ചെറുതിലേ കൊടുത്ത ആ വാത്സല്യത്തോടെ തന്നെ അവനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അപ്പോൾ ഇവർ തിരക്കിയപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു, അന്ന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്, കോഴ്സ് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് അവന് ലഭ്യമായില്ല. അപ്പോൾ അത് ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം തന്നെ അത് ഫീസ് അടയ്ക്കാൻ, ആ കോവിഡ് സമയത്ത് ഇവർ നേരിട്ട് ഫീസ് അടയ്ക്കാനുള്ള ആപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ ഫീസ് അടയ്ക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവർ ഏജൻസിയെ ബന്ധപ്പെട്ടു. ഏജൻസി എറണാകുളത്തെ ഏജൻസിയാണ്. ആ ഏജൻസിയെ ബന്ധപ്പെട്ടപ്പോൾ ക്യാഷ് അവരെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ യൂണിവേഴ്സിറ്റിയിൽ അടയ്ക്കേണ്ട ഫീസ് ആ ഏജൻസിയെ ഏൽപ്പിച്ചു. അങ്ങനെ ഫീസ് അവരെ ഏൽപ്പിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ഈ ദിവസങ്ങൾ പലത് കഴിയും തോറും ഈ പ്രജൻ്റെ സമ്മർദ്ദം കൂടി വന്നു. അവന് സർട്ടിഫിക്കറ്റ്, അവനോടൊപ്പം പഠിച്ചവരെല്ലാം ഡോക്ടറായി ഓരോ ജോലിയിലേക്ക് കയറി. ഈ ഏജൻസിയെ ബന്ധപ്പെട്ടു. ഇന്നാവട്ടെ നാളെ ആ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത ഒരു സാഹചര്യം വന്നു. അവസാനം ഈ പ്രജൻ തന്നെ ആ എറണാകുളത്തെ ഓഫീസിൽ പോയി സത്യാഗ്രഹം ഇരുന്നു. അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടു, കേസായി. അങ്ങനെ ഒരു കോംപ്രമൈസിൽ അന്ന് ഇങ്ങ് പോരുകയും ചെയ്തു. പക്ഷേ സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല. യൂണിവേഴ്സിറ്റി തിരക്കിയപ്പോൾ ഇവർ പൈസ അടച്ചില്ല എന്നുള്ളതാണ് കാരണമാണ് കിട്ടിയ റിപ്ലൈ.
അപ്പോൾ അതിൻ്റെ കാലാവധി തീരാറായി. ഇനിയിപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഇനി ഒരിക്കലും അവന് ഈ ഡിഗ്രി കൊണ്ട് ഒരു പ്രയോജനം ഇല്ല എന്ന ഒരു സാഹചര്യത്തിലോട്ട് പോകുന്ന ഒരവസ്ഥയിലോട്ട് പോയി. അങ്ങനെ ദിവസവും ഇതിൻ്റെ പേരിലും ചെറിയ പ്രശ്നങ്ങൾ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കളായ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിപ്പോഴാണ് അത് അറിയുന്നത് കൂടുതൽ. എന്നാൽ ആ സന്ദർഭത്തിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളത് ഞങ്ങളെ അറിയിച്ചിരുന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർക്ക് ബന്ധുക്കൾക്ക് ഇടപെട്ട് കുറച്ചൊക്കെ അതിനൊരു പരിഹാരം കാണാൻ കഴിയുമായിരുന്നുവെന്ന് ഞങ്ങളിപ്പോൾ വിശ്വസിക്കുന്നു. എന്തായാലും അത് കഴിഞ്ഞു. അപ്പോൾ ഈ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് അവൻ ഈ അടുത്ത കാലത്ത് അവന് ഒരു സിനിമ അഭിനയം പഠിക്കണമെന്നുള്ള തോന്നൽ വന്നു. അങ്ങനെ അത് വീട്ടുകാരോട് പറഞ്ഞു. അങ്ങനെ വീട്ടുകാരോട് പറയുകയും ആ സിനിമ അഭിനയം പഠിക്കുന്നതിന് പോകുന്ന കാര്യം അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മക്കളെ നമ്മൾ വിശ്വാസത്തിൽ ഒരു പെന്തക്കോസ്ത് സഭയിലാണ് പോകുന്നത്, വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുന്നവരാണ്, അപ്പോൾ നമുക്കത് വേണം. അപ്പോൾ ഇല്ല, അവന് പഠിച്ചേ മതിയാവും. ശരി, നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് അവനെ അയച്ചു. 1.5 ലക്ഷം രൂപയും വാങ്ങിയാണ് പോയത്. അവിടെ 3 മാസത്തെ ഹോസ്റ്റൽ ഫീസ് അടച്ചിട്ടുണ്ട്. 90,000 രൂപ അവിടുത്തെ ഏതോ ഈ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലും അടച്ച് ആ കോഴ്സ് കഴിഞ്ഞാണ് വന്നതെന്നാണ് വീട്ടുകാർ ധരിച്ചു വച്ചിരിക്കുന്നത്. എന്തായാലും അതും കഴിഞ്ഞ് വന്നു. ഈ കോവിഡ് കാലത്ത് ചൈനയിൽ നിന്ന് വന്നതിന് ശേഷം ഈ എറണാകുളത്ത് പോയിട്ട് വന്നതിന് ശേഷം ഇവൻ്റെ സ്വഭാവത്തിന് വളരെ വ്യത്യാസം വന്നു എന്നാണ് അമ്മ പറയുന്നത്. കാര്യം ഈ ക്രൂരമായി പെരുമാറുന്നത്, അമ്മയെ മർദ്ദിക്കുക, അച്ഛനെ മർദ്ദിക്കുക, രണ്ടുപേരെയും ഒരു കാരണവുമില്ലാതെ ദേഷ്യപ്പെടുക, ഇങ്ങനെയുള്ള ഒരു രീതിയിലോട്ട് അവൻ മാറി. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് പല സംഭവങ്ങളും നടന്നത്. ഒരിക്കൽ അവൻ്റെ വീട്ടിൽ തന്നെ ഇവരെ അടിച്ച് പുറത്താക്കി, വീട്ടിന് പുറത്താക്കി. രാത്രിയാണ്. ഈ വീട്ടിന് ഫ്രണ്ടിൽ വരുന്ന ഈ ഡൈനിങ്ങും ഹാളുമായി വരുന്ന സ്ഥലത്ത് ഫ്രണ്ട് ഡോർ ക്ലോസ് ചെയ്തിട്ട് പൈപ്പ് എല്ലാം അടിച്ചുകൊണ്ട് വെള്ളം, വീട്ടിനകം നിറച്ച് വെള്ളം, കുളിയെല്ലാം അവൻ അവിടെ നിന്നാണ് നടത്തിയത്. അപ്പോൾ ഇത് സഹിക്കാതെ പ്രജൻ്റെ അപ്പൻ നൂറിൽ വിളിച്ച് വെള്ളത്തെ സ്റ്റേഷനിൽ ബന്ധപ്പെട്ടു. അവിടെ നിന്ന് പോലീസ് വന്നപ്പോൾ ഇതാണ് അവിടെ നടക്കുന്നത്. ഉടനെ തന്നെ അവനെ പോലീസ് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. അങ്ങനെ വന്നു. ഒരു കോംപ്രമൈസ് ഉള്ള അവനെ മര്യാദ വിലക്കി 10 ദിവസം സ്റ്റേഷനിൽ പോയി ഒപ്പിടണമെന്ന് പറഞ്ഞ് അതനുസരിച്ചെല്ലാം അവൻ പോവുകയും ചെയ്തു. ആ സമയം കുറച്ചവൻ സൈലൻറ്റുമായി, പിന്നെ ഒരു മര്യാദക്കാരനായി അങ്ങനെ വന്നിട്ട് വീണ്ടും പഴയ നിലയിലോട്ട് പോയി. മർദ്ദിക്കുക, അമ്മയെ മർദ്ദിക്കുക, അച്ഛനെ മർദ്ദിക്കുക. ആ കാരണമൊന്നും വേണ്ട. അവൻ്റെ അമ്മ ഇപ്പോൾ പറഞ്ഞത്, മരണത്തിന് ശേഷം ഞങ്ങളോട് സംസാരിച്ചത്, അവൻ്റെ പപ്പ എന്തു പറയുന്നോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് അവൻ പെരുമാറുന്നത്. എന്തു പറഞ്ഞാലും അവൻ്റെ പപ്പ എന്ത് വാങ്ങിക്കൊടുക്കാൻ ചോദിച്ചാലും വാങ്ങിക്കൊടുക്കും. ഇപ്പോൾ തന്നെ അടുത്ത കാലത്തൊരു ഐഫോൺ 60,000-65,000 രൂപയ്ക്ക് എന്തോ വാങ്ങിക്കൊടുത്തത്, അതെല്ലാം ഫോർമാറ്റ് ചെയ്ത് ഈ സംഭവത്തിന് തൊട്ട് 2-3 ദിവസത്തിന് ഫോർമാറ്റ് ചെയ്തിട്ട് ആ ഫോണിനെ അമ്മയുടെ കയ്യിൽ ഇത് ഇനി എനിക്ക് വേണ്ട, ഇത് നിങ്ങൾ ഉപയോഗിച്ചോളണം എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് അതിലും ദുരൂഹതയുണ്ട്. ഈ ഫോൺ കഴിഞ്ഞ നാൾ വരെ ഉപയോഗിച്ചിരുന്നത് അവനാണ്. ഫോർമാറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്. അപ്പോൾ അത് പോലീസ് അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾ ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. അത് ഒന്ന്. അപ്പോൾ 2, ഇവനെ ഈ പിതാവിനെയും മാതാവിനെയും ക്രൂരമായി മർദ്ദിക്കുന്നെന്ന് പറഞ്ഞാൽ ഈ പിതാവിൻ്റെ മുഖത്ത് കാർക്കിച്ചു വരെ തുപ്പിയെന്നാണ് പറയുന്നത് അമ്മ. വളരെ വേദനജനകമുണ്ട്. ഞങ്ങൾക്കൊക്കെ മനസ്സ് ഭയങ്കരമായി വേദനിച്ച കാര്യം. അപ്പോൾ അവൻ ഈ കൊലപാതകം ചെയ്തിട്ട് അവൻ സ്റ്റേഷനിൽ പോയി പറഞ്ഞത്, പോലീസുകാർ ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ല, എന്നെ മുറിയിൽ അടച്ചിട്ടാണ് വളർത്തുന്നത്, അതുകൊണ്ടാണ് എനിക്ക് സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല, 28 വയസ്സായി, അതുകൊണ്ടാണ് ഞാനിത് ചെയ്തതെന്നാണ് പറഞ്ഞത്. അത് തീർച്ചയായിട്ടും അത് ബന്ധുക്കളായ ഞങ്ങൾക്ക് ഒരിക്കലും 1% ഞങ്ങൾ അത് വിശ്വസിക്കുന്നില്ല. അത് 100% തെറ്റാണ്. കാരണം 4 വർഷം ചൈനയിൽ അയച്ച് പഠിപ്പിച്ച് ഇവിടെ വന്നു. അവന് വേണ്ടി ചിലവാക്കിയത് 85 ലക്ഷത്തോളം രൂപയാണ്. മാത്രമല്ല അവൻ ചോദിക്കുന്ന എല്ലാത്തിനും പൈസ കൊടുക്കും. 10 രൂപയാണെങ്കിലും അവൻ ചോദിച്ചാൽ അത്
കൊടുത്തിരിക്കും. അതാണ് ആ മാതാപിതാക്കൾ. എന്നിട്ട് ഈ പറഞ്ഞത് ഈ മർദ്ദിക്കുമ്പോൾ കൈകൂപ്പി തല താഴ്ത്തി ആ പിതാവ് വിനയനായിരിക്കും, ഒന്നും മറുപടി പറയില്ല, എല്ലാം സഹിച്ചു. അമ്മയും ആ പിതാവും കഴിയുന്നത്ര അവർ സഹിച്ചാണ് ഇത്രയും വലിയ. അവസാനം പുറം ലോകം ഒന്നും അറിയണ്ട എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അവർക്കിപ്പോൾ പറയേണ്ടി വന്നു ഈ അവസ്ഥയിൽ. ഇത് ഒരു കുടുംബത്തിലും ഇത് വരരുത്. ഇത് ഓരോ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ മക്കൾക്കും ഇതൊരു അനുഭവമാണ് ഈ അവരുടെ ആ കുടുംബത്തിൽ സംഭവിച്ചത്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബന്ധുക്കളായ നിങ്ങളോട് കുടുംബം പറഞ്ഞായിരുന്നു എപ്പോഴെങ്കിലും? കാരണം കഴിഞ്ഞ 7 വർഷമായിട്ടാണ് ഇതേപോലുള്ള അനുഭവങ്ങൾ കുടുംബക്കാർക്ക് ഉണ്ടായെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇല്ല, അതാണ് ഞങ്ങൾക്കും വിഷമം. ഞങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഈ അതാണ് ഞാൻ പറഞ്ഞത്, ഈ അപ്പനും അമ്മയും അവരുടെ അഭിമാനം, അവരെ ആർക്കും ദോഷക്കാരല്ല. പക്ഷേ ഇത് പുറത്തുള്ളവർ അറിയണ്ട, അവൻ്റെ ഈ രീതി അറിയണ്ട എന്ന് അവർ തീരുമാനിച്ചതാണ് ഈ അപകടത്തിൽ ചെന്ന് പറ്റി. ഇപ്പോഴാ ഇല്ല, ഞങ്ങൾ ഈ ഇതേപോലെ ഫംഗ്ഷൻ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ഈ പ്രജിൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകൾക്ക് കല്യാണമായിരുന്നു. അന്ന് വന്നു. കല്യാണത്തിന് പള്ളിയിലെ കെട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും മണ്ഡപത്തിലാണ് പോയത്. പക്ഷേ പ്രജിൻ്റെ പപ്പ, അമ്മ, സഹോദരി എല്ലാവരും കയറിയ വാഹനം പ്രജിനാണ് ഓടിച്ചത്. അവൻ മണ്ഡപത്തിൽ വരുന്നതിന് വരെ നേരെ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. എന്തിന്? ഒരു മരുന്ന് വാങ്ങണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നേരെ പള്ളിയിൽ നിന്ന് നേരെ വീട്ടിലാണ് വന്നത്. കാർ അലസ്യമായി ഓടിച്ചെന്നാണ് പറയുന്നത്. വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് അവൻ വീട്ടിൽ കയറിപ്പോയി. പിന്നെ പ്രവീണിൻ്റെ പപ്പയാണ് കാറും ഇട്ട് മണ്ഡപത്തിൽ തിരിച്ചു വന്നത്. അവൻ ഈ പറയുന്ന രീതിയിൽ അവന് ഒരു മാനസിക പ്രയാസം ഉണ്ടെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കാരണം ഇത് അവനെ സംബന്ധിച്ച് അവൻ എല്ലാം ബോധപൂർവം ചെയ്താണ്. പപ്പയും അമ്മയും ഉണ്ട്. അമ്മയ്ക്ക് ഒരു പോറലും ഏറ്റിട്ടില്ല. അമ്മയെ അവൻ സംരക്ഷിച്ച് നിർത്തിയാണ്. ഇത്രയും പിടിയും വലിയും നടന്നു, വെട്ട് നടന്നു. ശരീരത്തിൽ ചെറുതും വലുതുമായിട്ട് 28ഓളം വെട്ടുണ്ട്. ഈ സംഭവം ആദ്യം ഹാളിലെന്നാണ് തുടങ്ങുന്നത്. വെട്ടി ഉറങ്ങിക്കിടന്ന അന്നേ ദിവസം, അതുകൂടെ പറയാം, ഒന്നേ ദിവസം അമ്മ മൊബൈലിലെ പ്രയർ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു. ഓൺലൈൻ ഡൈനിങ്ങിൽ അവിടെ ഇരുന്നു. പപ്പ വന്ന് ഭക്ഷണം കഴിക്കാൻ നിന്നപ്പോൾ അവനും വന്നിരുന്നു. രണ്ടുപേരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. കഴിച്ചിട്ട് പപ്പ സെറ്റിൽ കയറി കിടന്നു. അവൻ മുകളിൽ പോയിട്ട് ഇറങ്ങി പുറത്ത് അടുത്തൊരു കടയുണ്ട്, അവിടെ ചെന്ന് സിഗരറ്റ് വാങ്ങി മുകളിൽ കയറി. സിഗരറ്റ് വലിച്ച് തീർന്നതിന് ശേഷമാണ് ഇറങ്ങി വന്നത്. 2 വെട്ടുകുത്തി ആ വീട്ടിലുണ്ട്. ഒന്ന് മൂർച്ചയുള്ളത്, ഒന്ന് മൂർച്ചയില്ലാത്തത്. 3 ദിവസത്തിന് മുമ്പ് ഈ 2 വെട്ടുകത്തിയും തമ്മിൽ തേച്ച് മിനുക്കി. അപ്പം അമ്മ ചോദിച്ചു, എന്തിനാണ്? അത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അതേ ദിവസം തന്നെ ഉച്ചയ്ക്ക് ശേഷം കൊണ്ട് അടുക്കളയിൽ വച്ചിരുന്നു. അപ്പം അമ്മ ഈ മൂർച്ചയുള്ള വെട്ടുകത്തി എടുത്ത് മാറ്റിയിരുന്നു. അവസാനം ഈ കർത്തവ്യം നിർവഹിച്ചിരിക്കുന്നത് ആ മോശപ്പെട്ട വെട്ടുകത്തിച്ചാണ്. അപ്പോൾ ഉറങ്ങിക്കിടന്നു. ഈ വെട്ടുകത്തിയായിട്ട് വന്നു. ആദ്യത്തെ വെട്ട് നെഞ്ചിലാണ്. ഈ നെഞ്ചിലെ വെട്ട് എണീറ്റ്. പുള്ളിക്ക് ശബ്ദം വരുന്നില്ല. ശബ്ദം കേട്ട് അമ്മ ഓടി വന്നു. പിടിയും വലിയുമായി. അപ്പം അമ്മ ഓടി രക്ഷപ്പെടാൻ പറയുന്നു. ഫ്രണ്ട് വാതിൽ ക്ലോസ് ആണ്. അടുക്കളയിലോട്ട് ഓടി. അപ്പോൾ രക്തം ഒഴുകി തുടങ്ങി. അടുക്കളയിലോട്ട് ഓടി. അടുക്കളയിലെ പുറം വാതിൽ കൊളുത്ത് എടുക്കുന്നതിനിടയ്ക്ക് ആണ് ഈ വെട്ട് പുറകിൽ വെട്ടിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഊഹമാണ് ഈ തലയ്ക്ക് വെട്ട് വന്നത് അപ്പോഴായിരിക്കണം. മറിഞ്ഞു വീഴുന്നു. ഈ സമയത്ത് ഇടയിലെ കൊളുത്ത് അമ്മ വീണ്ടും പിടിച്ചു. അങ്ങനെ ബനിയനിൽ പിടിച്ച് വലിച്ചിട്ട് കിട്ടിയില്ല. ബനിയൻ കീറി വന്നു. അപ്പോൾ രക്ഷിക്കണേ എന്ന് വിളിച്ച് ഈ അമ്മ പുറത്തേക്ക് ഓടി റോഡിൽ പോയി. റോഡിൽ ചെന്ന് രാത്രി 9 മണിക്കാണ്. ഒരു ഭ്രാന്തിയെ പോലെ കിടന്ന് വിളിക്കുമ്പോൾ വാഹനങ്ങൾ പോകുന്ന ആരും നിർത്തുന്നില്ല. അപ്പോൾ ഒരു ബൈക്കുകാരൻ വന്ന് അവൻ ശ്രദ്ധിച്ച് അടുത്ത വീട്ടിൽ പറഞ്ഞപ്പോൾ അവരാണ് പിന്നെ പോലീസിൽ വിളിക്കുക. പക്ഷെ അതിനു മുമ്പ് പോലീസ് അറിഞ്ഞു. ഈ സമയത്ത് നോക്കിക്കൊള്ളണം, ഈ അമ്മ തിരിച്ച് റോഡിൽ നിന്ന് വീട്ടിൽ പോകുമ്പോൾ ഈ മകൻ മൃഗീയമായി അടുത്തിരുന്ന കത്തി എടുത്ത് കഴുത്ത് അറുത്ത് ആ ചങ്കറ്റപ്പോൾ അത് അടച്ചു പിടിച്ചാണ് മരണപ്പെട്ടു എന്ന് ഉറപ്പ് വന്നാണ് അവൻ എണീറ്റ്. അപ്പോൾ ഈ അമ്മ പോകുന്നു. അപ്പൻ്റെ കണ്ണ് തുറന്നിരിക്കുന്നു. ഇവരെ നോക്കുന്നു എന്നുള്ള ഭാവത്തിൽ ഇവർ കെട്ടിപ്പിടിച്ച് ഇവരും ബോധം കെട്ടി വീണു. ഈ സമയത്ത് പോലീസ് വരുന്നു. ഇവരെ ആശുപത്രിയിലോട്ട് മാറ്റുന്നു.
വളരെ നീചമായി ചെയ്തു കളഞ്ഞു. ഇതാ ഒരു കുടുംബത്തിലും ഇത് സംഭവിക്കരുത്. അതുകൊണ്ട് ഇത് കണ്ടുപിടിക്കണം. ഇതെന്താണ് ഞങ്ങൾക്ക് അങ്ങനെയാണെന്നോ ഇല്ലെന്നോ അല്ല, എറണാകുളത്ത് നിന്ന് വന്നതിന് ശേഷമാണ് ഇവൻ്റെ ഭാവത്ത് വ്യത്യാസം. എൻ്റെ മുറി കയറി നോക്കിയാൽ അറിയാം, അലസമായി വീട്ടൊക്കെയാണ്. അതിനകത്ത് ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുകൊണ്ട് അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.